السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. ما بعد. ബുർദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 39. طارت قلوب العدا من بأسهم فرقا فما تفرق بين البهم والبهم ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي ولن ترى من ولي غير منتصر به ولا من عدو غير منقسم أحل أمته في حرز ملته كالليث حل مع الأشبال في عجمي كم جدلت كلمات الله من جدل فيه وكم خصم البرهان من خصم كفاك بالعلم في الأمي معجزة في الجاهلية والتقديم في اليتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. طارت قلوب العدا من بأسهم فرقا فما تفرق بين البهم والبهم. ഭയം കാരണമായി ധീരയോദ്ധാക്കളെയും ആട്ടിൻകുട്ടികളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ശത്രുഹൃദയങ്ങളെ യുദ്ധവേളയിലെ ഇസ്ലാമിക ഭടന്മാരുടെ കടുപ്പം, അവരുടെ ശക്തമായ പോരാട്ടം പരിഭ്രാന്തിയിലാഴ്ത്തിയിട്ടുണ്ട്. അവർക്ക് ഈ യോദ്ധാക്കൾ ആരാണ് എന്നും ആട്ടിൻകുട്ടികൾ ഏതാണ് എന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പരിഭ്രാന്തി അവരുടെ ഹൃദയങ്ങളെ പിടികൂടിയിട്ടുണ്ട്. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്തു ഫി ആജാമിഹാ തജ്മി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന സഹായം ലഭിക്കുന്ന വല്ലവനെയും സിംഹങ്ങൾ അവയുടെ കാട്ടിൽ വെച്ച് കണ്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭയക്കുന്നതു കാരണമായി അവ ശാന്തമാവുന്നതാണ്. വലൻ തറാ മിൻ വലിയ്യിൻ ഗൈരി മുൻതസിരി ബിഹി വലാ മിൻ അദുവിൻ ഗൈരി മുൻഖസിമി. അവിടുത്തെ മിത്രത്തെ സഹായം ലഭിക്കാത്ത നിലയിലും ശത്രുവിനെ പരാജിതനല്ലാതെയും നീ കാണുകയേ ഇല്ല. റസൂലുള്ളാഹിൻ്റെയും അല്ലാഹു തആലാൻ്റെയും മിത്രത്തെ അവർക്ക് റസൂലുള്ളാഹിൻ്റെ സഹായം ലഭിക്കാത്ത നിലയിൽ കാണാൻ കഴിയില്ല. അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ശത്രു അവൻ പരാജിതനല്ലാതെയും അവനെ കാണാൻ കഴിയില്ല, അവൻ പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ മിത്രത്തിന് സഹായം ലഭിക്കുക തന്നെ ചെയ്യും, ശത്രു പരാജിതനാവുകയും ചെയ്യും എന്ന് സാരം. طارت قلوب العدا. طارت فعل قلوب فاعل مضاف العدا مضاف إليه. من بأسهم. മിൻ ബഅസിഹിം എന്നുള്ളത് ജാറു മജ്റൂർ മുളാഫ് ഹിം മുളാഫിൻ ഇലൈഹി മുതഅല്ലഖ് ത്വാറത്ത്. ഫറഖൻ എന്നുള്ളത് ഫായിനും റായിനും ഒക്കെ ഫതഹാണ്. ഫസിഅൻ എന്നർത്ഥം. അവിടെ മഫ്ഊലുൻ ലഹു ആണ് തർക്കീബ്. ഐലി അജലിൽ ഫസഇ അല്ലദി ഹല്ല ബിഹിം എന്നർത്ഥം. ഫമാ തുഫർരിഖു. മാ നഫീൻ്റെ അർഫാണ്. തുഫർരിഖു ഫിഇല് ളമീർ ഫാഇൽ. ആ ശത്രുവിൻ്റെ ഹൃദയം വേർപിരിക്കുകയില്ല. ബൈന ളർഫ് മുളാഫ് അൽ ബുഹ്മി മുളാഫുൻ ഇലൈഹി.
വൽ ബഹ്മി വൽ ബുഹമി വാവ് ആത്തിഫ് അൽ ബുഹമി ബുഹമി മായത്തൂഫ് മായത്തൂഫ് നലി ബഹ്മി. താറത്ത് ഖുലൂബുൽ ഇദ എന്ന് പറഞ്ഞാൽ ഇൽത്തറബത്ത് ഖുലൂബുൽ ഇദ ഇസ്തദ്ദ ഇൽത്തിറാബുഹ, ആ ശത്രുക്കളുടെ ഹൃദയങ്ങളുടെ മിടിപ്പ് ശക്തമായിട്ടുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. മിൻ ബഅസിഹിം ഐ മിൻ അജലി ഷിദ്ദത്തി സ്വഹാബത്തി ഫിൽ ഹുറൂബി വ കമാലി ശജാഅത്തിഹിം വ തമാമി ഫറാസത്തിഹിം. അപ്പോൾ ശത്രുക്കൾക്ക് സഹാബത്തിൻ്റെ യുദ്ധവേളയിൽ അവരുടെ പൂർണ്ണമായ ധീരതയും അവരുടെ കാഠിന്യവും കാരണമായി ശത്രുക്കളുടെ ഹൃദയങ്ങൾ വിറച്ചിരിക്കുന്നു, പിടപടച്ചിരിക്കുന്നു. ഫറഖൻ എന്ന് പറഞ്ഞാൽ ഫസിഅൻ മഫ്ഊലുൻ ലി അജലിഹി ആണെന്ന് പറഞ്ഞല്ലോ. ഐലി അജലിൽ ഫറഖി വൽ ഫസ്ഇ അല്ലദി ഹല്ല ബിഹി, അവരിൽ ഇറങ്ങിയ ആ ഭയപ്പാടു കാരണമായിട്ട്. ഫമാ തുഫർരിഖു ഐ തുമയ്യിസു ദാലിക്കൽ ഖുലൂബു മിൻ ശിദ്ദത്തി ഫസ്ഇഹ വ കമാലി ജസഇഹ, ശത്രുക്കളുടെ ഹൃദയത്തിൻ്റെ ആ പരിപൂർണമായ പൊറുതികേടും കഠിനമായ ഭയവും കാരണമായി ആ ഹൃദയങ്ങൾ വേർതിരിക്കുന്നില്ല. ബൈനൽ ബഹ്മി, ബഹ്മ് എന്ന് പറഞ്ഞ സിഹാലാണ് ആട്ടിൻ്റെ കുട്ടികൾ. ദുക്കൂറൻ കാനത്ത വിനാസ, ആണായാലും പെണ്ണായാലും ആട്ടിൻ കുട്ടികൾ, ചെറിയ കുട്ടികൾ. ബുഹുമി എന്ന് പറഞ്ഞത് പിന്നെ ബുഹ്മത്തിൻ്റെ ജമ്മാണ്. ഷജ്ആനുവഹും അഷ്ജആനു എന്നർത്ഥം, അവര് ധീരന്മാർ. ഫൽ ബുഹുമു ഹും ഷജ്ആൻ. ബഹ്മ് എന്ന് പറഞ്ഞ ഔലാദുള്ളതിനാണ്, ആടിൻ്റെ നെയ്യാടിൻ്റെ കുട്ടികൾ, നാട്ടിൻ കുട്ടികൾ എന്ന് വെച്ചാൽ മതി. വമൻ തകുൻ ബി റസൂലില്ലാഹി നുസ്റതുഹു, പിന്നെ ഇസ്മ ഷർത്ത് മൂത്തയാണ് ജാസിം. തക്കുൻ എന്നുള്ളത് ഫീല് മഷ്റൂത്താണ്, അതിൻ്റെ ഇസ്മ നുസ്റത്തുഹു എന്നുള്ളതാണ്. ബി റസൂലില്ലാഹി ജാറും മജ്റൂർ, ഈ തക്കുൻ എന്ന കാനൻ്റെ ഖബറാണ്, ഖബർ മുഖദ്ദമാണ്. ഇൻ തൽഖഹുൽ ഉസ്തു, ഇന്ന് ഷർത്തിൻ്റെ അർഫാണ്. തൽഖഹു ഫീല് മഷ്റൂത്ത്, പിന്നെ അൽ ഉസ്തു എന്നുള്ളത് തൽഖഹു എന്നുള്ളതിൻ്റെ ഫായിലാണ്. ഫി ആജാമിഹ ജാറു മജ്റൂർ ഹാല്, സാഹിബ് ഹാല് ഉസ്ത്. പിന്നെ തജ്മി എന്ന് പറഞ്ഞാൽ അത് ഫീല് വന്യൂർ ഫായില് ജവാബാണ്, ഇന്നിൻ്റെ ജവാബാണ്. ഇന്നും അതിൻ്റെ ഷർത്തും ജവാബും കൂടിയ ജുംല മെൻ എന്നുള്ള ഷർത്തിൻ്റെ ജവാബ്. യുദ്ധത്തിൽ സഹാബത്തിൻ്റെ സ്ഥിരതയും ധീരതയും അവരുടെ പോരാട്ട വീര്യവും കാണുമ്പോൾ ശത്രുക്കളുടെ ഹൃദയം ശക്തമായി വിറക്കുകയും ഇടിക്കുകയും ചെയ്ത് അവർക്ക് ആട്ടിൻകുട്ടികളെയും ഈ സ്വഹാബികളായ ധീരന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം മനോനില തെറ്റും എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹായം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് സ്വഹാബത്താണല്ലോ. അതേപോലെ അവരുടെ മാർഗത്തിൽ ചലിക്കുന്ന ആളുകൾ അവരും അവരെ
ശത്രുക്കൾ ഭയപ്പെടും, അള്ളാഹു തആലാന്റെ പടപ്പുകൾ മുഴുവനും ഭയപ്പെടും എന്നതിലേക്കുള്ള ഒരു സൂചനയായിട്ടാണ് ഈ ബൈത്തിൽ പറയുന്നത്. ഇവിടെ ലമ്മാ ذكر أنه حصل للعداء الفزع الشديد من بأس الصحابة, സഹാബത്തിന്റെ ഈ യുദ്ധത്തിലുള്ള കാഠിന്യത അവർക്ക് അനുഭവപ്പെടുമ്പോൾ ഉണ്ടായ ആ ഭയം ശത്രുക്കൾക്ക് ഉണ്ടായപ്പോൾ അഷാറ ഇല അന്നദാലിക, ഇത് ഇന്നമാഹുവ ബിസിരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹിന്റെ സിർറ് കൊണ്ട് ലഭിച്ചതാണ്. ഹൈസു ഖാല വമൻ തകുൻ ബി റസൂലില്ലാ വമൻ തകുൻ നുസ്റതുഹു ബി റസൂലില്ലാഹി, വല്ലവനും സഹായം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ് ലഭിച്ചതെങ്കിൽ കസ്സഹാബത്തി വമൻ ഹദാ ഹദുവഹും, സഹാബത്തിനെ പോലെ അവരുടെ വഴിയെ സഞ്ചരിച്ചവരെ പോലെയും. വലാ തകൂനു നുസ്റതു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സഹായം ഉണ്ടാവൂല ഇല്ലാ ബിത്തിബായി സുന്നത്തിഹി വതർക്കി മാ കാന അലാ ഖിലാഫി ശരീഅത്തിഹി, റസൂലുള്ളാഹിന്റെ ചര്യ പിൻപറ്റണം, റസൂലുള്ളാഹിന്റെ ശരീഅത്തിന് എതിരായി വരുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. അങ്ങനത്തെ ആളുകൾക്കാണ് റസൂലുള്ളാഹിന്റെ സഹായം ലഭിക്കുക. ദാലിക ഹുവ തഖ്വല്ലാഹ്, അതാണ് തഖ്വ എന്ന് പറയുന്നത്. വൽ ഹാമിലു അലൈഹ ഖൗഫുല്ലാഹ്, ഈ തഖ്വന്റെ മേല് പ്രേരിപ്പിക്കുന്ന ഘടകം അള്ളാഹിനെ ഭയപ്പെടൽ തന്നെയാണ്. വമൻ ഖാഫല്ലാഹ ഖാഫ മിന്നു കുല്ലു ഷൈഇൻ, വല്ലവനും അള്ളാഹിനെ ഭയപ്പെട്ടാൽ അവനെ എല്ലാ വസ്തുക്കളും ഭയപ്പെടും. ഹത്തൽ അസദി ഫി ആജാമിഹ, കാടിന്റെ ഉള്ളിലുള്ള സിംഹങ്ങൾ വരെ. ഫമൻ ഹസലത്ത് ലഹു ആദിഹിൽ മർത്തബത്തു, വല്ലവനുക്കും ഈ സ്ഥാനം കരസ്ഥമായാൽ ത്വാറത്തു ഖുലൂബുൽ ഇദാ മിൻ ബഅസി, ഇവന്റെ ആ ശിദ്ദത്ത് കാണുമ്പോൾ ശത്രുക്കളുടെ ഹൃദയം വരെ പറന്നു പോകും, ഇടിച്ചു പോകും. മിൻ വസലിമ മിൻ അഅദാഇഹി, അവൻ തൻ്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് ഈ ബൈത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ആജാമ് എന്ന് പറഞ്ഞാൽ ജമ്മു അജ്മത്താണ്, വഹിയ മസ്കനുൽ അസദാണ്, അസദിന്റെ താമസ ഇടം അഥവാ കാടുകൾ. ഗാബാത്ത് അൽ മഹല്ലാത്തുല്ലത്തി തസ്തുറു ഫിഹാ കൽ അശ്ജാരിൽ മുൽത്തഫത്തി. തജിമി എന്ന് പറഞ്ഞാൽ തസ്കുത്തു എന്നർത്ഥം. മിൻ ഹൈബത്തിഹി, സിംഹങ്ങൾ വരെ ഇവനെ കാണുമ്പോഴുള്ള ആ ഭയവും ആദരവും കാരണമായി അവരടങ്ങും. ഫലാ യുസ്മഉ ലഹാ സൗത്തുൻ, അപ്പോൾ ഈ സിംഹങ്ങൾക്കൊന്നും ഒരു ശബ്ദവും കേൾക്കപ്പെടുകയില്ല. വലൻ തറാ മിൻ വലിയ്യിൻ, ഇവിടെ ഒരു മുഅയ്യനല്ലാത്ത ആളോട് ഖിതാബായിട്ട് പറയാൻ. അലാ ഖിലാഫിൽ അസ്ലി ഫിൽ ഖിതാബ്, ഖിതാബിലുള്ള അസ്ല് ഒരു നിശ്ചിത വ്യക്തിയോട് ഖിതാബാണ്, അതിനെതിരാണ് ഇവിടെ. വലൻ തറ എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ ഇവിടെ മുഖാത്തബായിട്ട് ആര് വരുന്നു അവനൊക്കെ. അപ്പോൾ ലന്നർഫ് നാസിബാണ്, തറ ഫീലു മൻസൂബ് ദമീർ ഫായിലി മിൻ വലിയ്യിൻ, മിന്ന് സായിദയാണ് ജാറ് സായിദ, വലിയ്യിൻ മജ്റൂർ മഫ്ഊലാണ്, മഫ്ഊലുൻ ബിഹി തറന്റെ. ഒരു വലിയിനെയും നീ കാണൂല. എങ്ങനത്തെ വലിയ ഗൈരി മുന്തസിരിൻ ബിഹി, റസൂലുള്ളാഹിനെ കൊണ്ട് സഹായം സിദ്ധിച്ചിട്ടില്ലാത്ത. അപ്പോൾ ഗൈരി എന്നുള്ളത് സിഫത്താണ്, മുന്തസിരി എന്നുള്ളത് മുദാഫിലെയാണ്, മൗസൂഫ് വലിയ. ബിഹി ജാറു മജ്റൂർ മുത്തഅല്ലിഖ് മുന്തസിർ. വലാമിൻ വാവ് ആതിഫ് ലാ സായിദ മിൻ അദുവിൻ ജാറു മജ്റൂർ മഅതൂഫ് മഅതൂഫുൻ അലൈഹി മിൻ വലിയ്യിൻ. ഗൈരി അതും സിഫത്താണ്, മൗസൂഫ് അദുവിൻ. മുൻഖസിമി എന്നുള്ളത് മുദാഫിൻ ഇലൈഹി. മിൻ വലിയ്യിൻ, ഇവിടെ വലിയ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹായം ലഭിച്ച വ്യക്തി എന്നർത്ഥം. വല അല അദുവിഹി, തൻ്റെ
ശത്രുവിൻ്റെ മേൽ റസൂലുള്ളാഹിനെ കൊണ്ട് സഹായം ലഭിച്ച ഏതൊരു വലിയനെയും നീ കാണൂല. സഹായം ലഭിക്കാത്ത ഒരു ആളെയും നീ കാണുകയില്ല റസൂലുള്ളാഹിനെ കൊണ്ട്. അപ്പോൾ അല്ലാഹു തആലയെ അംഗീകരിച്ച് റസൂലുള്ളാഹിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും റസൂലുള്ളാഹിനെ കൊണ്ടുള്ള സഹായം ലഭിക്കാതെ നീ കാണൂല, അവർക്ക് ലഭിക്കും. വലാ തറ, നീ കാണുകയില്ല, അയ്ളൻ മിൻ അദുവിൻ ഗൈരി മുൻഖസിമി. മുൻഖസിമ് എന്ന് പറഞ്ഞാൽ മുൻകസിർ എന്നർത്ഥം. വൽമുറാദു ബിൽ വലിയ, വലിയ കൊണ്ട് ഇവിടെ വിവക്ഷ മൻ ആമന ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച ഒരുത്തരാണ്. വകാന അലാ ഹദിയിഹി വ തരീഖത്തിഹി, അവൻ റസൂലുള്ളാഹിന്റെ ചര്യന്റെ മേലും മാർഗത്തിന്റെ മേലും ആവുകയും ചെയ്തവനാണ് വലിയ. അങ്ങനെയുള്ള ആളുകൾക്ക് റസൂലുള്ളാഹിനെ കൊണ്ട് സഹായം ലഭിക്കാതെ പോവുകയില്ല. പിന്നെ ഇവിടെ വൽ അദുവു ളിദ്ദുഹു, അദുവ് ഇവിടെ ഈ പറഞ്ഞ നേരെ എതിർ, റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്ത, റസൂലുള്ളാഹിന്റെ മാർഗം അവലംബിക്കാത്തവർ എന്നാണ് ഇവിടെ ശത്രു കൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഈ ബൈത്തിൻ്റെ വലന്തറ മിൻ വലിയിൻ എന്നുള്ളതിൻ്റെ ആശയം അന്ന കുല്ല വലിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂലിനെ കൊണ്ട് വിശ്വസിച്ച് ആ വഴിയിൽ സഞ്ചരിക്കുന്ന ഏതൊരുത്തനും മുന്തസിറുൻ അലാ അഅദാഇഹി, തൻ്റെ ശത്രുവിൻ്റെ മേൽ സഹായം ലഭിക്കുന്നവനാണ് റസൂലുള്ളാഹിനെ കൊണ്ട്. വകുല്ലു അദുവിൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ശത്രുവായിട്ടുള്ള ഏതൊരുത്തനും, റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുകയോ ആ മാർഗം സ്വീകരിക്കുകയോ ചെയ്യാത്ത ഏതു ശത്രുവും മഖ്ദൂലുൻ വഹാലിക്കുൻ, അവൻ പരാജിതനും നശിച്ചവനുമാണ്. അലാ തവാലിൽ അസ്മാനി വ തറാദുഫിൽ അഹ്വാൽ, കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു ചെല്ലും തോറും ഏതു കാലഘട്ടത്തിലായാലും അവനും പരാജിതനും നശിച്ചവനുമാണ് എന്നാണ് ഇപ്പോൾ ഈ ബൈത്തിൻ്റെ ആശയം. അഹല്ല ഉമ്മത്തഹു എന്ന് പറഞ്ഞത് അഹല്ല ഫീല് വമീർ ഫായില്, ഉമ്മത്തഹു എന്നുള്ളത് മഫ്ഊല്, ഫി ഹിർസി ജാറു മജ്റൂറു മുളാഫ് മുതഅല്ലഖ് അഹല്ല, മില്ലത്തി മുളാഫിൻ ഇലൈഹി അനി മുളാഫിൻ ഇലൈഹി. കല്ലൈസി, കാഫ് ജാറ്, അല്ലൈസി മജ്റൂർ, ജാറ് മജ്റൂർ ഹാലാണ്, സാഹിബുകാർ അഹലിൻ്റെ വമീറായ ഫായില്. കല്ലൈസി, ഹല്ല ഫീല് വമീർ ഫായില്, ആ വമീർ മടങ്ങുന്ന ലൈസ് ഉള്ളയാണ്. ഈ ജുംല ഹാലാണ് ലൈസിൽ നിന്ന്. മഅൽ അസ്ബാലി ജാറു മജ്റൂർ, മഅ എന്നാണ് ലർഫ്, മുളാഫ് അൽ അസ്ബാലി മുളാഫിൻ ഇലൈഹി, ഫി അജമി ജാറു മജ്റൂർ, ഹാല് സാഹിബാല് അസ്ബാല്. അഹല്ല എന്ന് പറഞ്ഞാൽ അൻസല സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തെ ഇജാബത്തിഹി, റസൂലുള്ളാഹിക്ക് ഉത്തരം നൽകിയ എന്ന് പറഞ്ഞാൽ അവിടത്തെ കൊണ്ട് വിശ്വസിച്ച ഉമ്മത്തിനെ, അല്ലാതെ ലാ മുത്ലഖ ഉമ്മത്തി ദഅവത്തിഹി, ദഅവത്തിൻ്റെ ഉമ്മത്ത് മൊത്തത്തിലല്ല. ഫീ ഹിർസി മില്ലത്തിഹി, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇജാബത്തിൻ്റെ ഉമ്മത്തിനെ റസൂലുള്ളാഹി ഇറക്കി തൻ്റെ ആ മാർഗത്തിൻ്റെ സുരക്ഷാ വലയത്തിൽ. ഹിർസ് എന്ന് പറഞ്ഞാൽ മാ യുഹ്തറസു ബിഹി അനിൽ മക്രൂഹി ഔ മാ യുഖാഫു മിൻഹു, വെറുക്കപ്പെടുന്ന ഭയപ്പെടുന്ന കാര്യത്തിനെ തൊട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒരു ഇടം. അപ്പോൾ ഇവിടെ ഇസ്ലാം മതം അത് ഹിർസാണ്. കാരണം അതുകൊണ്ട് മുറുകെ പിടിച്ചവൻ, അതിൽ പ്രവേശിച്ചവൻ എല്ലാ വെറുക്കപ്പെടുന്ന പ്രയാസകരമായ വിഷയങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അതിൽ നിന്നെല്ലാം അവൻ സുരക്ഷിതനായിരിക്കും. അപ്പോൾ റസൂലുള്ള ഈ ഉമ്മത്തിനെ അവിടുത്തെ വിശ്വസിച്ച് അംഗീകരിച്ച് ജീവിക്കുന്ന ഈ ഉമ്മത്തിനെ
അവിടുത്തെ ആ മില്ലത്തുൽ ഇസ്ലാമാകുന്ന സുരക്ഷാ വലയത്തിൽ ഇറക്കിയിട്ടുണ്ട്. ആ റസൂലുള്ള തന്നെ കല്ലേസി ഒരു സിംഹത്തിനെ പോലെയായ നിലക്ക്. എങ്ങനത്തെ സിംഹം? ഹല്ല, അത് ഇറങ്ങിയിരിക്കുന്നു മഅൽ അഷ്ബാലി, അതിൻ്റെ ഐ മഅ ഔലാദിഹി സിഗാരി, അതിൻ്റെ ചെറിയ കുട്ടികളോടുകൂടെ, ഹിഫ്ളൻ ലഹ അമ്മ യുഖാഫു മിന്നു, ഭയപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് ആ കുട്ടികളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫി അജമി, അജമിൽ ഇറങ്ങിയിട്ടുണ്ട്. അജമ് എന്ന് പറഞ്ഞാൽ ജമ്മു അജമത്താണ്. വഹുൽ ഗാബത്തു, കാട്, കാടുകളിൽ അത് ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളോട് കൂടെ. അഷുബാലി എന്നുള്ളത് ഷിബിലിന്റെ ജംആണ്. അപ്പോൾ ഒരു സിംഹം തൻ്റെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാട്ടിൽ ഇറങ്ങുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഉമ്മത്തിനെ, ഇജാബത്തിൻ്റെ ഉമ്മത്തിനെ ഈ പരിശുദ്ധമായ ദീനാകുന്ന ആ സുരക്ഷാ വലയത്തിൽ ഇറക്കിയിട്ടുണ്ട്. കം ജദ്ദലത് കലിമാത്തുല്ലാഹി മിൻ ജദലി ഫീഹി വകം ഖസ്സമൽ ബുർഹാനു മിൻ ഖസിമി. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അതായത് ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ എത്ര തർക്കങ്ങളാണ് ജയിച്ചത്. വകം ഖസമൽ ബുർഹാനു മിൻ ഖസമി, വ്യക്തമായ തെളിവുകൾ കൊണ്ട് എത്ര എതിരാളികളെയാണ് അത് ജയിച്ചതും. കം എന്നുള്ളത് ഇവിടെ ഖബരിയായ കമ്മാണ്, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ശേഷമുള്ള ജദ്ദലത്ത് എന്ന് പറഞ്ഞ ഫെയില് കൊണ്ട്. ജദ്ദലത്ത് എന്ന് പറഞ്ഞാൽ തജ്ദീലിൽ നിന്ന് പോകുന്നതാണ്. വഹുവ ബിമഅനൽ വദ്ഇ അലൽ അർളി എന്നർത്ഥം, ഭൂമിയുടെ മേൽ വെക്കുക എന്നർത്ഥം. ഐ കസീറൻ മിനൽ മർറാത്തി, ധാരാളം പ്രാവശ്യങ്ങൾ. വദഅത്ത് അലൽ അർളി, ഭൂമിയുടെ മേൽ വെച്ചു. കലിമാത്തുല്ലാഹി, അള്ളാഹിൻ്റെ കലിമത്തുകൾ എന്ന് പറഞ്ഞ ഖുർആൻ. മിൻ ജദലിൻ, എത്രയോ തർക്കിക്കുന്ന ആളുകളെ ഭൂമിയുടെ മേൽ വെച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മേൽ അടിച്ചിട്ടു, പരാജയപ്പെടുത്തിയിട്ടു എന്നർത്ഥത്തിൽ. ഇനി മുജാദലയിൽ നിന്ന് പോകുന്നതാണ് എന്ന് വെക്കുമ്പോൾ വഹിയ അൽ മുഖാസമത്തു, അപ്പോൾ മുഖാസമത്ത് എന്നാണ് അപ്പോൾ അർത്ഥം വരിക. മുഖാസമത്ത് എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്നാണല്ലോ, അങ്ങും ഇങ്ങും തർക്കിക്കുക. ഇലാ യങ്കത്തിയ ഫിഹ അഹദുൽ മുത്തജാദിലൈനി അനിൽ ആഖിരി, രണ്ട് തർക്കിക്കുന്ന ആളുകളിൽ നിന്ന് ഒരാൾ മറ്റവനെ തൊട്ട് ഈ തർക്കത്തിൽ പരാജയപ്പെടുന്നത് വരെ തർക്കിക്കുക. അപ്പോൾ ഈ രണ്ട് നിലക്കും ഇവിടെ അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ കം എന്നുള്ളത് കസീർ എന്നുള്ള അർത്ഥമാണ്. മിൻ ജദിലി എന്ന് പറഞ്ഞാൽ ജദിലിൻ്റെ അർത്ഥം മിന് സായിദയാണ്. ജദിൽ എന്നുള്ള ദാലിന് കസറ് കൊണ്ട് കസീരിൽ ഹുസൂമത്തി എന്ന അഭിമാന, കസീരിൽ ഹുസൂമത്തി, വല്ലാതെ കണ്ട് തർക്കിക്കുന്ന, അങ്ങനെയുള്ള ധാരാളം തർക്കിക്കുന്നവരാൽ അവരെ എത്രയോ ആളുകളെയാണ് പരാജയപ്പെടുത്തിയത്. ഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ, റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ. അപ്പോൾ ഖുർആനിൻ്റെ ആയത്തുകളെ കൊണ്ട്, ആണല്ലോ ഖുർആൻ്റെ ആയത്തുകൾ, അതുകൊണ്ട് തഖൂമുൽ ഹുജ്ജത്തു, ലക്ഷ്യം നിൽക്കുന്നതാണ്. ഈ സുബൂത്ത് നുബുവത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ നുബുവത്ത് സ്ഥിരപ്പെടൽ കൊണ്ട്. അതുപോലെ തന്നെ വകം ഖസ്സമൽ ബുർഹാനു മിൻ ഖസമി, എത്ര വ്യക്തമായ തെളിവുകൾ കൊണ്ട് എത്ര എതിരാളികളെയാണ് അത് ജയിച്ചത്. വകം കസീറൻ എന്നർത്ഥം.
ഖസ്സമ വലബ അൽ ബുർഹാനു അദ്ദലീലു അൽ ഖാത്തിഉ. ശക്തമായ എല്ലാത്തിനെയും മുറിച്ചു കളയുന്ന ദലീല് അതിജയിച്ചു. മിൻ ഖസിമിൻ, വല്ലാതെ കണ്ട് തർക്കിക്കുന്ന എത്രയോ ആളുകളെ അതിജയിച്ചു. ഈ മിൻ ഖസിമി എന്നുള്ളത് ഈ കം എന്നുള്ളതിനക്ക് ബയാനായിട്ട്. അപ്പോൾ ഈ ബൈത്തിൻ്റെ ഹാസിലു മാന കം മറത്തൻ റമത്ത് ഇലൽ അർളി ഫിൽ മുജാദലത്തി. എത്ര പ്രാവശ്യമാണ് തർക്കഘട്ടത്തിൽ ഭൂമി കൊള്ള എറിഞ്ഞത്. കെലിമാത്തുല്ലാഹി, അള്ളാൻ്റെ കെലിമത്തുകൾ. അല്ലത്തി, അങ്ങനത്തെ കെലിമത്തുകളാണ്. ജാഅത്ത് മിൻ ഇന്തിഹ, അള്ളാൻ്റെ വക്കിൽ നിന്ന് വന്നതാണ്. മൻകൂസൻ അല റസി ഷഖ്സൻ കസീറൽ ജിദാലി, തർക്കം അധികരിച്ച എത്രയോ വ്യക്തിയെ അവൻ്റെ തലൻ്റെ മേൽ കീക്കാന്തൂക്കാക്കപ്പെട്ട നിലക്ക് അവനെ എറിഞ്ഞിട്ടുണ്ട്. വക്കം മറത്തൻ ഗലബദ്ദലീലുൽ ഖാത്തിഉ, എത്ര പ്രാവശ്യമാണ് ഈ ഖാത്തി ആയ എല്ലാത്തിനെയും മുറിച്ചു കളയുന്ന ലക്ഷ്യം അതിജയിച്ചത്. ഷഖ്സൻ കസീറൽ ഖിസാമി, വല്ലാതെ കണ്ട് തർക്കിക്കുന്ന വ്യക്തിക്ക് അതിജയിച്ചത്. അപ്പോൾ ആ വ്യക്തിയെ പരാജയപ്പെടുത്തി എന്നർത്ഥം. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മിയ്യ മുഅ്ജിസത്തൻ ഫിൽ ജാഹിലിയത്തി വത്തഅദീബി ഫിൽ യുത്മി. ജാഹിലിയ കാലഘട്ടത്തിൽ, അജ്ഞതയുടെ കാലഘട്ടത്തിലെ നിരക്ഷരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനം, നിരക്ഷരനായിരുന്നിട്ട് പോലും അവിടുത്തെ ഇൽമ്, വിജ്ഞാനം, അത് അമാനുഷികത്വത്തിനാൽ അത് മതിയായതാണ്. ധാരാളം നിനക്കത് മതി. അതുപോലെ തന്നെ വത്തഅദീബി ഫിൽ യുത്മി. യുത്തുമ് എന്ന് പറഞ്ഞാൽ അനാഥത്വത്തിൻ്റെ ആ ഘട്ടത്തിൽ റസൂലുള്ള അനാഥനായിട്ടാണല്ലോ വളർന്നത്. അങ്ങനെ അനാഥത്വം ഉള്ള സന്ദർഭത്തിലും അവിടുന്ന് ആർജിച്ചെടുത്ത സംസ്കാര സമ്പന്നത, അതും തന്നെ റസൂലുള്ളാഹി തങ്ങൾ സത്യസന്ധനാണ് എന്ന് ഉറപ്പാക്കാനും, അതുപോലെ തന്നെ അവിടുത്തെ അമാനുഷിക ദൃഷ്ടാന്തങ്ങളായിട്ടും ഇത്രയും തന്നെ നിനക്ക് ധാരാളം മതി. യതീമായി വളർന്നിട്ട് പോലും സംസ്കാര സമ്പന്നത ആർജിച്ചെടുത്തു എന്നുള്ളതും മുഅ്ജിസത്തിനാൽ നിനക്ക് മതിയായതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉമ്മി എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ വഹിയ ഇബാറത്തുൻ അമ്മൻ ലം യഅരിഫിൽ കിതാബത വലം യഖറ മിനൽ ഖത്തി. എഴുത്തിനെ അറിയില്ല, എഴുത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ടില്ല. വലം യതഅല്ലം മിൻ മുഅല്ലിമിൻ, ഒരു അധ്യാപകനിൽ നിന്ന് പഠിച്ചിട്ടില്ല. വലം യജ്ലിസു ബൈന യദയിൽ ഉസ്താദി ബിത്തരീഖിൽ ആദത്തി, സാധാരണ നിലയ്ക്ക് ഒരു ഉസ്താദിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതുണ്ടായിട്ടില്ല. ബൽ ബഖിയ അല അസ്ലിൽ ഖിൽഖത്തി വൽ ഫിത്രത്തി, ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കപ്പെടുമ്പോഴുള്ള ആ അടിസ്ഥാനപരമായ സ്വഭാവവും അവസ്ഥയും എങ്ങനെയാണോ ആ അവസ്ഥയിലായിരുന്നു അവശേഷിച്ചത്. ഇനി ഉമ്മിയിന് വേറെ മൻസൂബുനില ഉമ്മിൽ അറബി, അങ്ങനെ നിസ്ബ ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുന്നവരുണ്ട്. വേറെ നിലക്ക് നിസ്ബ ചെയ്ത് പിന്നെ ഉമ്മയെ കൊണ്ട് നിസ്ബ ചെയ്തിട്ടാണ് ഉമ്മി എന്ന് സാധാരണ ഗതിയിൽ അതാ പറയല്. അപ്പോഴാണ് പിന്നെ മിൻ കൗനിഹി ലാ യക്തുബു വലാ യഖറഉൽ മക്തൂബ. വഖീല അൽ മൻസൂബില ഉമ്മത്തിൽ അറബി ഉമ്മത്തുകളുടെ നിസ്ബയാണ്. ബിഇഅ്തിബാരി അന്നഹ ലാ തഹ്സിബു വലാ തക്തുബു ഗാലിബൻ, അവർ ഒരു കാര്യവും എണ്ണിക്കണക്കാക്കുകയോ എഴുതുകയോ ഒന്നും ചെയ്യൂല, ആ അവസ്ഥ. വേറെ അഭിപ്രായം അനുസരിച്ച് വഖീല അൽ മൻസൂബില ഉമ്മിൽ ഖുറ വഹിയ മക്കയിലേക്ക് നിസ്ബയാണ്. വൽ അവ്വലു ഔഫഖു ബിസ്സിയാഖ്, ഇവിടെ ഈ മുമ്പ് പറഞ്ഞ വിഷയങ്ങളും ഇതെല്ലാം ഒത്തുകൊണ്ട് നോക്കുമ്പോൾ
ആദ്യം പറഞ്ഞതാണ് ഇവിടെ കൂടുതൽ യോജിച്ചത്. അപ്പോൾ റസൂലുള്ള ഇതൊന്നും എഴുത്തോ വായനയോ ഒന്നും പഠിക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും നബി തങ്ങൾ ഇത്രയും സാഹിത്യ സമ്പുഷ്ടമായ ഖുർആൻ ഷരീഫിനെയും ഹദീസിനെയും ഒക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അവിടുത്തെ മുഅ്ജിസത്ത്. ഈ ബൈത്തിന്റെ ഹാസിൽ മഅന അന്ന മുഅ്ജിസാത്തിഹി അലൈഹി സ്വലാത്തു വസ്സലാം കസീറത്തും വശഹീറത്തും. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ, അമാനുഷികത്വമായ കാര്യങ്ങൾ ധാരാളവും ഉണ്ട്, അറിയപ്പെട്ടതുമാണ്. ഫൈദാ നദർത ഇലൈഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹിയിലേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ, ബി ഐനിൽ ബസീറത്തി, ഉൾക്കാഴ്ചയിലെ കണ്ണുകൊണ്ട് നോക്കിയാൽ, കഫാക അയ്യുഹ താലിബു ലി മുഅ്ജിസാത്തിഹി വ ആയാത്തിഹി, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകളെയും ദൃഷ്ടാന്തങ്ങളെയും തേടുന്ന മനുഷ്യ നിനക്ക് മതി. അല്ലത്തി, എങ്ങനത്തെ ഉലൂമുകളും മുഅ്ജിസാത്തുമാണ്, ലാ തുഹദ്ദു വലാ തുഹ്സാ ഫീഹി അലൈഹിസ്സലാം, റസൂലുള്ളാഹിൽ അത് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയും ഉണ്ട്. ബിഗൈരി തഅല്ലുമി മിനൽ ഉലമായി വലാ കിതാബത്തി മഅൽ ഉദബായി, ആലിമീങ്ങളിൽ നിന്ന് പഠിക്കുകയോ പിന്നെ ഈ മറ്റു എഴുത്തറിയുന്ന ആളുകളിൽ നിന്ന് എഴുത്ത് പഠിക്കുകയോ, ഫീ സമാനിൻ കസറ ഫീഹിൽ ജഹ്ലു അനിൽ അനാമി, മനുഷ്യന്മാരുടെ മേൽ വിവരക്കേട് അധികരിച്ച ഒരു കാലഘട്ടത്തിലുമാണ്. വസാദ ഫീഹിൽ ളലാമു, അപ്പോൾ വഴികേടത്തരം അധികരിച്ച ഒരു കാലഘട്ടവുമാണ്. അങ്ങനത്തെ സന്ദർഭത്തിലും റസൂലുള്ളാഹിന്റെ ഇത്രയും വിജ്ഞാനങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നിനക്ക് മുഅ്ജിസാത്തായിട്ട് മതി റസൂലുള്ളാഹിന്റെ. വകദാ കഫാക കൗനുഹു മുഅദ്ദബൻ ബിമകാരിമിൽ അഖ്ലാഖി വൽ ഖിസാലി, പ്രകാരം തന്നെ നിനക്ക് മതിയായതാണ് റസൂലുള്ളാഹ് പിന്നെ സംസ്കാര സമ്പന്നത കൈവരിച്ച വ്യക്തിയായിട്ടുണ്ട്, നല്ല സ്വഭാവങ്ങളെ കൊണ്ട്. ഇതെല്ലാം റസൂലുള്ളാഹ് യതീമായ കാലഘട്ടത്തിലാണ്, റസൂലുള്ളാഹിന്റെ പിന്നെ പ്രായത്തിൻ്റെ ഏറ്റവും ആരംഭഘട്ടത്തിലാണ് ഇതൊക്കെ ആർജിച്ചെടുത്തത്. അതൊക്കെ മുഅ്ജിസത്തിനാൽ നിനക്ക് മതിയായതാണ്. ഈ വിശദീകരണങ്ങളൊക്കെ അഖീദത്തു ശുഹദയുടെ 279 അടങ്ങുന്ന പേജുകൾ, അതുപോലെ അൽ ഉംദ ഫി ഷർഹിൽ ബുർദയുടെ 610 തുടങ്ങുന്ന പേജുകൾ, അതുപോലെ ബാജൂരി, അതുപോലെ തന്നെ അതിൻ്റെ ഹാമിഷിലുള്ള ഖാലിദുൽ അസ്ഹർ എന്നിവരുടെ കിതാബ്, ഇതിലൊക്കെ പേജ് 74 തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഈ പറയപ്പെട്ട വിശദീകരണങ്ങൾ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്.